3, 2, 1. ആസ് ദിസ് വീഡിയോ ഇൻട്രോയിൽ സ്വൈപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ സ്കിപ്പാക്കി കാണരുത്. ബൈ ദ വേ ഐ എം നിമ്മി ആൻഡ് ദിസ് ഇസ് മൈ ബ്രാൻഡ് ന്യൂ ചാനൽ. ഇറ്റ്സ് മീ നിമ്മി. ഞാൻ ആക്ച്വലി അധികമൊന്നും ആയിട്ടില്ല ഈ ചാനൽ തുടങ്ങിയിട്ട്. പക്ഷേ എൻ്റെ ഒരു സബ്സ്ക്രൈബർ കൗണ്ടും ഞാൻ വീഡിയോ ഇടുന്നതും അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആകുന്നുണ്ടെന്നാണ് എനിക്ക് വിശ്വാസം. സോ ദാറ്റ് ഐ എം വെരി മച്ച് താങ്ക്ഫുൾ ടു ഓൾ ഓഫ് യു. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ജസ്റ്റ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കാണിക്കുന്നത്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എനിക്ക് പറയാതിരിക്കാൻ വയ്യാത്തൊരു സാധനമാണ് ലെയേഴ്സിൻ്റെ വാട്ടർ ഗേൾ ഒരു ഓർഡർ ലൈക്ക് ഒരു ഫ്രാഗ്രൻറ്റ് ബോഡി സ്പ്ലാഷ് ആണ്. ഇതിൻ്റെ ഒരു ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് ആ സ്പ്രേ ചെയ്യുന്ന അപ്പോൾ തന്നെ അല്ല, ഒരു 2-3 സെക്കൻഡ്സിന് ശേഷം ഇത് വർക്കാവും. ഓ മൈ ഗോഡ്, അടിപൊളിയാണ് ഇതിൻ്റെ സ്മെല്ല്. സോ മേക്കപ്പിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് ദാറ്റ് വിൽ മേക്ക് മീ ഒരു കുറച്ചും കൂടി ഒരു എനർജറ്റിക് ആയിട്ട് വീഡിയോ ചെയ്യാനുള്ള ഒരു അത് കിട്ടില്ലേ. ഐ ഗോ ടു നോ ദാറ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് മൈ സിറ്റുവേഷൻ. ഓക്കെ ഫൈൻ. അപ്പോൾ അതൊക്കെ വിടും. നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു മേക്കപ്പിൽ ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് ഒരു സൺസ്ക്രീനാണ്. ദാറ്റ് ആക്ച്വലി ഞാൻ സ്വിച്ച് ചെയ്തിട്ട് എൻ്റെ ഫോക്സ്റ്റൈൽ സൺസ്ക്രീൻ സ്വിച്ച് ചെയ്തിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ബട്ട് ദിസ് ഇസ് നൈസ് ആക്ച്വലി. ഇതിൻ്റെ പേരാണ് മമാ മിയാക്കിൻ്റെ സൺസ് പ്രൊട്ടക്ഷൻ SPF 50+ ഉള്ള ഒരു സൺസ്ക്രീനാണ്. ആൻഡ് ദിസ് ഇസ് PA 4+ ഉണ്ട്. ഗ്രീൻ ടീ അടങ്ങിയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് ഇത് കേട്ടോ. സോ കുറച്ച് നേരം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ആൻഡ് ദെൻ ഞാൻ കാണിക്കാൻ പോകുന്നത് ഡിക്കോൺസ്ട്രക്റ്റിൻ്റെ ഒരു ലിപ് ബാം ആണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം, കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് PA+ ഉണ്ട്. അതിൽ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ വെയിലിൽ നിന്നൊക്കെ നമ്മൾ നമ്മുടെ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സിനെ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ ലിപ്പിന് നല്ലൊരു നറിഷ്മെൻറ്റും കിട്ടുകയും ചെയ്യും. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ ദെൻ അപ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് വിചാരിച്ചു. വേറൊന്നും അല്ല, നമ്മൾ അനലിറ്റിക്സ് നോക്കുമ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, വേറൊന്നും കൊണ്ടല്ല. അനലിറ്റിക്സ് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ട്, ബട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ആക്ച്വലി വിച്ച് ഇസ് ഓക്കെ, ബട്ട് ഞാൻ വിചാരിക്കുന്നു നിങ്ങളിത് മറക്കാതെ ചെയ്യുവാണെങ്കിൽ ദാറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ മീ. എനിക്ക് കുറച്ചും കൂടിയും വീഡിയോ എടുക്കാനുള്ള ഒരു സന്തോഷമായിട്ട് എടുക്കാനുള്ളൊരു മൈൻഡ് ഉണ്ടാവും. ഓക്കെ, നമ്മളിനി ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് സാധാരണ പോലെ തന്നെ ഞാൻ ജസ്റ്റ് എഴുതി കൊടുക്കുന്ന പോലെയും പിന്നെ അതായത് സ്പൂളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നു, അത്രമാത്രം. അപ്പോൾ ഞാൻ ത്രെഡ് ഒന്നും ചെയ്തിട്ടില്ല. ലൈക്ക് ലാസ്റ്റ് ത്രെഡ് ചെയ്ത് കുറേ ഒരു മാസം 2-3-4 മാസമൊക്കെ ആയിട്ടുണ്ടാവും. സോ ഇത്രയൊക്കെ കിട്ടുള്ളൂ. ഓക്കെ ദെൻ ഐബ്രോ ഫിൽ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സ്ട്രോപ്പ് ക്രീം. അത് വേണമെന്ന് വെച്ചിട്ട് ചെയ്യുന്നാൽ ആക്ച്വലി അതൊരു ഹൈലൈറ്റർ പോലെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഹൈലൈറ്റിംഗ് ഈ ഒരു സംഭവം കിട്ടും നമുക്ക് ഫേസിൻ്റെ ഈ ചീക്കിൻ്റെ ഭാഗത്തും നോസ് ബ്രിഡ്ജിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ നമ്മുടെ ലിപ്പിൻ്റെ കോർണേഴ്സിലും പിന്നെ മോളിൽ അതായത് നമ്മുടെ നെറ്റിയിലും ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഒരു ഹൈലൈറ്റിംഗ് പോയിൻറ്റ്സ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. എനിവേസ് ഞാനവിടെ ഒരു കുറച്ചും കൂടി ഒന്ന് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലോയി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ എനിവേസ് ഇത് നല്ലൊരു സുതാ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഒരു ഈ ഹൈലൈറ്റർ യൂസ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഒന്ന് ഗ്ലോ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതായത് നമുക്കൊന്ന് എന്തോ ഒരു തിളക്കം, അതല്ലേ, നൈസായിട്ടില്ലേ. അതിനുശേഷം ഞാനൊരു CC ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഞാനിവിടെ ഒരു ഫൗണ്ടേഷനോ കോമ്പാക്റ്റോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഞാനൊരു CC ക്രീം യൂസ് ചെയ്തു. ഇതാണത്, കണ്ടിട്ടില്ലേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫേസിൽ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിന് തന്നെ സ്പഞ്ച് ഉണ്ടാവും. ആ സ്പഞ്ച് വെച്ച് നമ്മൾ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് നിലത്ത് പോയി ഓക്കെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫേസിൽ അങ്ങനെ ഒരു വെട്ടം വന്ന പോലെ, ദാറ്റ് മീൻസ് ഒരു വൈറ്റനിങ് എഫക്റ്റ് കിട്ടും നമുക്ക്. ഓക്കെ ദെൻ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ കണ്ണ് എഴുതാന്നുള്ളതാണ്. അപ്പോൾ കാരണം ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത് നോർമൽ ടു നോർമൽ ആയിട്ടുള്ള എല്ലാ ഗേൾസിൻ്റെ കയ്യിലുണ്ടാവുന്ന ഡാസ്ലർ വെച്ചിട്ടാണ് ഞാൻ കണ്ണ് എഴുതുന്നത്. പക്ഷേ അതിലൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു വിങ് ലൈൻ എഴുതിയിട്ട് അതിനെ ലിവ് ചെയ്യാറാണ് ചെയ്യാറ്. ബട്ട് ദെൻ ഈ ഒരു മേക്കപ്പിൽ ഞാൻ വിചാരിച്ചു താഴെ, അതായത് കണ്ണിൻ്റെ താഴെയും കൂടി എഴുതി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഹെവി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ആൻഡ് ദെൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ കുറച്ചുകൂടി ഇത് നിങ്ങൾക്ക് എത്ര പേർക്ക് ശരിക്കും കാണുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ദെൻ ഞാൻ ഇപ്പോൾ എഴുതുന്ന കണ്ണെഴുത്ത് എൻ്റെ സാധാരണ പോലത്തെ അല്ല. ആക്ച്വലി ഞാൻ സാധാരണ വിങ് ലൈൻ എഴുതിയിട്ട് അത് ജസ്റ്റ് ഒന്ന് ലീവ് ചെയ്യാണ് ചെയ്യാറ്. ബട്ട് ഇപ്പോൾ ഞാൻ അടിയിൽ കണ്ണിൻ്റെ താഴെ നന്നായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നോക്കി നോക്കാം. ഇത് ഞാൻ നോർമൽ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചൊരു കാജലാണ് കേട്ടോ. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പെട്ടെന്നൊന്നും സ്മഡ്ജ് ആവുന്നില്ല. പിന്നെ അത് കുറച്ചും കൂടി ഒരു ലോങ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ദെൻ നമുക്ക് ഈ എഴുതിയേക്കുന്ന കാജലിൻ്റെ മുകളിൽ കൂടെ കുറച്ചും കൂടി ഐലൈനർ എഴുതാം. അപ്പോൾ നമുക്ക് അത് ഒന്നുകൂടി സ്മഡ്ജ് ആവാതിരിക്കാനുള്ള ഒരു ടിപ്പാണത്. ഓക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. പണ്ട് ഞാൻ സ്കൂളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മേ ബി എഴുതാറുണ്ട്, കണ്ണിൻ്റെ അടിയിലൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ മുകളിൽ എഴുതും അടിയിലും എഴുതും. ദെൻ അത് പരന്നു കഴിഞ്ഞാൽ ഭയങ്കര സീന അങ്ങനെയുള്ള രീതിയിലൊക്കെ വരുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് നാൾ ഞാനിത് എഴുതുമ്പോൾ എനിക്കിപ്പോൾ ആ കാലൊക്കെ ഓർമ്മ വരുന്നു. എന്തായാലും നമുക്കിനി ബ്ലഷ് ഇടാം. ബ്ലഷ് ടിൻറ്റ് നമ്മൾ വേഗം ആ ഒരു ചീക്കിൻ്റെ പുറത്തിട്ടു. ആൻഡ് അത് പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ അത് ആ ഒരു സ്റ്റെയിൻ അവിടെ തന്നെ ഇരിപ്പുണ്ടാവും. അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു ചബി ലുക്ക് അല്ലെങ്കിൽ ഒരു നല്ല ഗ്ലോയി ലുക്ക് കിട്ടിയെന്ന് തോന്നുന്നു. ഓക്കെ നമ്മുടെ മേക്കപ്പ് ഇപ്പോൾ ഓൾമോസ്റ്റ് എവറിത്തിങ് ഫിനിഷ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ലിപ് ബാം മാറ്റിയിട്ട് അതിന് മുകളിൽ നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ഓക്കെ ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. പക്ഷേ ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര രസമാണ് കേട്ടോ. ഇത് ഇടുമ്പോൾ നമുക്ക് വിചാരിക്കും ലൈക്ക്
നമ്മൾ സാധാരണ ഉണ്ടായിരുന്ന ഗ്ലോവിനേക്കാളും ഒരു 2 ഷെയ്ഡ് നമുക്ക് ഗ്ലോ കിട്ടിയ പോലെ തോന്നും. ഭയങ്കര രസമായിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ ഇത്. ഇതാ കണ്ടില്ലേ? ഓക്കെ, ഇനി നമുക്ക് പൊട്ട് തൊടാം. ഞാനപ്പോൾ തെരഞ്ഞ് പിടിച്ചൊരു ബ്ലാക്ക് പൊട്ട് കണ്ടുപിടിച്ചു. ഓക്കെ, then അതും തൊട്ടു. ദെൻ നമ്മുടെ ഏകദേശം എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ എന്താ പറയുക ആക്സസറീസിലേക്ക് കടക്കാം. എൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചൊരു സാധാരണ ഉള്ളൊരു ബാങ്കിളാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ദെൻ നമുക്കൊരു ഹെയർ സ്റ്റൈൽ ഒപ്പിക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി പാടുപെടുന്നത്. എനിക്ക് ഫേസ് മേക്കപ്പ് അല്ല, ഹെയർ സ്റ്റൈൽ എങ്ങനെ ആക്കുന്നുള്ളതിലാണ് കുറച്ച് കൺഫ്യൂഷൻ വരാറ് എപ്പോഴും. അറ്റ് ലാസ്റ്റ് ഞാനൊരു സംഭവം ഒപ്പിച്ചു. ലൈക്ക് ഇങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈലാണ് ഞാൻ ചെയ്തത്. ആൻഡ് ദെൻ നമ്മളൊരു ചെറിയൊരു ഇയറിങ്സ് ആണ് ഇട്ടിട്ടുള്ളത്. അത് നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി സജഷൻസ് ഓർ കമൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ എൻ്റെ ഡ്രസ്സിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ മേ ബി ഞാനത് ഫുൾ ഫിറ്റ് ചെക്ക് കൊടുക്കാം ഇവിടെ. ഈ ഡ്രസ്സ് ആക്ച്വലി ഒരു സാരി വെട്ടി തയ്ച്ചതാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സാരിയാണത്. സോ സാരി വെട്ടി തയ്ച്ചതാണ് ഞാനല്ല. അതുകൊണ്ട് കാണാം അതിൻ്റെ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് പറ്റുവാണെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ ശരി, ബൈ.